അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആട്ടോ. പ്രത്യേകിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മതിയിട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ടാവും. ചിക്കൻ ഇതിൽ ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അപ്പോൾ നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചതച്ചെടുത്തിട്ട് 1/2 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ചിക്കൻ ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടില്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാണ് വളരെ കുറച്ച് സാധനങ്ങൾ മതിയില്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ നമ്മൾ ചിക്കൻ ഡിപ്പ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതാ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ബ്രോസ്റ്റ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചെറിയ പീസാട്ടോ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ ചെറിയ കഷ്ണമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു വെള്ള കളറായിട്ട് വരും കേട്ടോ, കാരണം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ആ സെയിം കപ്പിന് തന്നെ 1 കപ്പ് കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല 1/2 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ പൊടി ഈക്വലായിട്ട് 2 ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ടോട്ടൽ നമ്മൾ 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ പൊടിയിൽ നിന്ന് 1.5 കപ്പ് പൊടി എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി വന്നിട്ടുള്ള 1.5 കപ്പ് പൊടി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ ബൗളിൽ ഇട്ടിട്ടുള്ള പൊടി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ചിക്കന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ ബൗളിലുള്ള പൊടി വെച്ചിട്ട് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദാ ഈ ബൗളിലുള്ള പൊടിയിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ആ മുട്ട ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മുട്ട ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ എത്ര ലൂസിലാട്ടോ വേണ്ടത്. നമ്മൾ ദോശയൊക്കെ ചുടാറില്ലേ മൈദ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട്, അത്ര ലൂസിൽ ഇത് കലക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബാറ്ററിൽ ചിക്കൻ മുക്കിയെടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കേണ്ടതായിരുന്നു കേട്ടോ. അവിടെ കുട്ടികൾ തിരക്കൂട്ടിയതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് എടുത്തതാണ്. അപ്പം ഞാനിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഹോളിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒലിച്ച് പോയിക്കോളും. ഇനി ഇതിൽ നിന്ന് ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എല്ലാ പീസും ഒന്നിച്ച് ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ചിക്കൻ പീസുമേൽ ഓവറായിട്ട് മാവുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കണ പൊടി പെട്ടെന്ന് തന്നെ നനഞ്ഞിട്ട് കട്ടയായി പോകട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 6 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ചട്ടിയാണ്. കുറച്ചുകൂടെ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചില സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ബ്രോസ്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉൾവശം വേവാത്ത പോലെ തോന്നൂലേ,
അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം എടുത്തിട്ട് അത് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ അതേ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാനിത് കോരിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനും ഉണ്ടാവും, വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ആ ചിക്കൻ പീസ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ടൊമാറ്റോ സോസിലും മയണൈസിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാട്ടോ. ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ജ്യൂസി ആയിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.